ഹായ് ഗുഡ് ഈവനിങ് ബി ടി കേഷ് ഫാമിലീസ്. ഇന്നത്തെ ട്രെയിനിങ് വീഡിയോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് NFT ബിഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ്. NFT ബിഡിങ്ങിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിലും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിലും ഒക്കെ വളരെ ഇതായിട്ട് പ്രതിപാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ലിങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ബി ടി ക്യാഷിൻ്റെ വെബ്സൈറ്റാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്കും ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെർച്ചിങ്ങിലോ നമ്മൾ ചെയ്താലും മതി. കയറുമ്പോഴത്തേക്കും വെബ്സൈറ്റിലേക്ക് നമ്മൾ വരും. അവിടെ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടണും അതിൻ്റെ NFT ബിഡിങ്ങിൻ്റെ ബിഗ് വിൻ എന്നുള്ള കോൺടെസ്റ്റിൻ്റെ ഇതും കാണാം, പരസ്യവും കാണാം. അവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വേറൊരു വെബ്സൈറ്റിലേക്ക് റീലോഡ് ആവും. btcashNFT.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് റീലോഡ് ആവും. അത് നമുക്ക് ലോഗിൻ ചെയ്യണം. നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ BT സ്മാർട്ടിൽ ഏതാണോ കൊടുത്തിരിക്കുന്ന ഇമെയിലും പാസ്വേഡും അത് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യണം. പക്ഷേ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് സൈനപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് അതേ ഇതിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ലിങ്ക് ആയിക്കോളും. ഓക്കെ, നമ്മൾ അതിൻ്റെ താഴത്തെ ലോഗിൻ്റെ തൊട്ട് താഴത്തെ സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പേര് കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക. നമ്മൾ BT സ്മാർട്ടിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെയുള്ള ഇമെയിലും ആ പാസ്വേഡും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മുകളിലും താഴത്തും ഒരേപോലെ തന്നെ പാസ്വേഡ് അടിക്കുക, രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, രജിസ്റ്റർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്യുമ്പോഴേക്കും കണ്ടസ്റ്റിൻ്റെ ടൈമിങ്ങും മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ബൈ ടിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കേണ്ടത്. നമ്മുടെ അക്കൗണ്ട് സെർച്ച് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് കാണാൻ പറ്റും, നമ്മുടെ ID കാണാൻ പറ്റും, നമ്മുടെ ഇമെയിൽ കാണാൻ പറ്റും. ഓക്കെ, വീണ്ടും നമ്മൾ മെനുവിൽ പോയി ബൈ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന ഓപ്ഷനിലേക്കായിരിക്കും പോവുക. ബൈ ടിക്കറ്റ് എടുക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് കോൺടെസ്റ്റ് വന്നിരിക്കുന്നത് 20,000 TRX ആണ്. അതായത് 2 ലക്ഷത്തിൻ്റെ പുറത്തുള്ള TRX $1 ഇപ്പം നമുക്ക് കിട്ടേണ്ടത്. ആ ബൈ ടിക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു QR കോഡും താഴത്ത് കോപ്പി വാലറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു അഡ്രസ്സും കാണും. ഈ അഡ്രസ്സിലേക്കാണ് നമുക്ക് നമ്മുടെ മെറ്റാമാസ്കിൽ നിന്നും 1000 ടോക്കൺ, അതായത് $1 തത്തുല്യമായ മെറ്റാബിറ്റി ടോക്കൺ വരുമ്പോഴത്തേക്കും ഏകദേശം 1000 മെറ്റാബിറ്റിയാണ് നമ്മളിങ്ങോട്ട് അയക്കേണ്ടത്. അയച്ചതിന് ശേഷം നമുക്ക് ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറഞ്ഞാൽ അതിവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ബൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കും. നമുക്കതെങ്ങനെ അയക്കണമെന്ന് നോക്കാം. നമ്മൾ മെറ്റാമാസ്കിലേക്ക് പോയി അവിടെ BT ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് BT ബാലൻസ് ഉണ്ടാവും. അവിടെ BT ക്യാഷിന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് പതുക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയം സെൻഡ് റിസീവ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടാവും. അവിടെ ആ സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ QR കോഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് ചെയ്യാം. നമ്മുടെ QR കോഡാണ് കാണിക്കുന്നത്. QR കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ആ വാലറ്റ് അഡ്രസ്സ് അവിടെ ഫില്ലായി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് എത്രയാണ് മെറ്റാബിറ്റി അയക്കേണ്ടതെന്ന് അവിടെ ചോദിക്കും. നമ്മൾ 1000 മെറ്റാബിറ്റി അയക്കുന്നത്. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ ഗ്യാസ് ഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ താഴത്ത് ഞെക്കുക. ഞെക്കുന്ന സമയം ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ട്രാൻസാക്ഷൻ സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു വിൻഡോ ആണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതേ താഴത്ത് 1000 മെറ്റാബിറ്റി അയച്ച് കൺഫേം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണിക്കും കേട്ടോ സെൻഡ് മെറ്റാബിറ്റി. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. തൊട്ട് താഴെ തന്നെ വ്യൂ ഓൺ BC സ്കാൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. നമ്മൾ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് ട്രാൻസാക്ഷൻ ഹാസ് BC സ്കാനിൽ പോയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് കോപ്പി ചെയ്തെടുക്കണമെങ്കിൽ അവിടെ ഞെക്കണം. നമ്മൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഞാൻ 2 മൊബൈലായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ വേറൊരു വാട്സപ്പിലേക്ക് ഇട്ട് അവിടുന്ന് പിന്നെ ഇത് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസ് കുറച്ച് ലെങ്ത് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ BC സ്കാനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബട്ടൺ ക്ലിക്കും BC സ്കാനിൽ പോയി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ സക്സസ് കാണിച്ചിരിക്കും. അവിടെ നമ്മൾ കോപ്പി ചെയ്യുക. ചെറിയൊരു ബട്ടൺ ഉണ്ടാവും കോപ്പി ചെയ്യുന്നതിൻ്റെ ബട്ടൺ. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കോപ്പി ട്രാൻസാക്ഷൻ ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി കാണിക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വരിക.
അവിടെ വന്ന് ഞാൻ ആൾറെഡി അത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നത് കൊണ്ടാണ് അത് ഇതായിപ്പോയത്. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആൾറെഡി അത് പേസ്റ്റ് ചെയ്തു. ടിക്കറ്റ് ബൈ ചെയ്യുന്ന സമയത്ത് ഒരു കോൾ വന്നപ്പോഴത്തേക്കും വീഡിയോ സ്ക്രീൻ റെക്കോർഡിംഗ് നിന്ന് പോയി. ഇതാണ് ഞാനിപ്പം ബൈ ചെയ്ത ടിക്കറ്റ്. 77492674 എന്ന് പറഞ്ഞ നമ്പറിലാണ് ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതായത് $1 ഞാനിപ്പോൾ NFT ബിഡിങ്ങിൽ ഒരു ടിക്കറ്റ് ബൈ ചെയ്തിരിക്കുന്നു. നമുക്കൊന്നും കൂടെ നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നേരത്തെ നമ്മൾ ബൈ ചെയ്ത പോലെ തന്നെ ബൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം കാണുമ്പോൾ താഴത്തേക്ക് ഇന്ന് ലേറ്റസ്റ്റ് കോൺടെസ്റ്റ് കാണിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് QR കോഡ് കാണിക്കും. ബാക്കി QR കോഡ് കാണിച്ച സമയത്ത് നമ്മൾ ഈ QR കോഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, അയക്കേണ്ടത്. ആ അയക്കുന്ന വീഡിയോസും എല്ലാം ഇതിനകത്ത് മുൻപ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്ത് അയക്കുക. എന്നിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻ റഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഹാഷ് കീ, ട്രാൻസാക്ഷൻ BC സ്കാനിൽ പോയിട്ട് നമ്മൾ ചെയ്തില്ലേ, ആ ഹാഷ് കീ ഞാൻ പറഞ്ഞൊരു വാട്സപ്പിലേക്ക് ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്തിട്ട് ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് നമ്മുടെ ഫയലിൽ പോയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബൈ കൊടുക്കുന്ന ബൈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ടിക്കറ്റ് കൺഫേം ആകും. ഇപ്പം ഞാൻ ഓൾറെഡി ബൈ കൊടുത്തതുകൊണ്ട് ഞാൻ വീണ്ടും ബൈ കൊടുക്കുന്നില്ല. ഇനി നമ്മുടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ടിക്കറ്റ്, മൈ ടിക്കറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ ടിക്കറ്റ് കാണാൻ പറ്റും. ഇന്ന് എടുത്ത ടിക്കറ്റ് കാണാൻ പറ്റും. 3/6 ഡ്രോ, 3/6 ഡ്രോ നടക്കുന്നത്. ഇന്നെടുത്ത ടിക്കറ്റാണ്, സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്ത് പെർമിറ്റ് ചെയ്ത് തരും. ഓക്കെ, താങ്ക് യു.